ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു കോളറ മരണമെന്ന വാർത്ത മനീഷ് മഹിപാൽ അറിയിക്കുന്നുണ്ട്. കോളറ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആലപ്പുഴ സ്വദേശി മരിച്ചു. തലവടി നീരേറ്റുപുറം പുത്തൻപറമ്പിൽ രഘു PG 48 വയസ്സായിരുന്നു അദ്ദേഹമാണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി എന്ന ഇത് വരുന്നുണ്ട്. അപ്പോൾ കോളറ പല പകർച്ചവ്യാധികളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. കോളറ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴക്കാല പൂർവ്വ പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. അപ്പോൾ അത് സർക്കാർ തലത്തിൽ മാത്രമല്ല മറ്റ് തലങ്ങളിലും കൂടെ വേണം. മനീഷ് വാർത്തയുടെ നമ്മൾ വളരെയേറെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ വിവരങ്ങളുമായി നമ്മളോടൊപ്പം മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. മനീഷ്, ഇതിപ്പോ കുറച്ച് ഗൗരവാവസ്ഥയിലാണ് എന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു അവസ്ഥയ്ക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. കോളറ ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാകുന്നു എന്നുള്ളൊരു വിവരമാണല്ലോ ഇതിനകത്ത് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ പറയും. ഈ രഘുവിന് 48 വയസ്സാണ്. രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് കോളറ കൂടി സ്ഥിരീകരിച്ചതുകൂടി ഒരു സമയത്താണ് ആരോഗ്യനില അതീവ ഗുരുതരമായി മാറിയത്. പിന്നീട് തിരുവല്ല ബിലീവേഴ്സിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ജീവൻ നിലനിർത്തി വന്നിരുന്നത്. എങ്ങനെയാണ് ഈ കോളറ വന്നത്? വീട്ടിലുണ്ടായിരുന്ന മറ്റ് ആളുകൾക്കും മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും നിലവിൽ പരിശോധിച്ചതിൽ നിന്നും കോളറ സ്ഥിരീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ സമീപത്തെ ജലാശയങ്ങളിൽ നിന്നും വീട്ടിലെ അവിടെ നിന്നും ജലമൊക്കെ തന്നെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് അതിൽ നടത്തിയ പരിശോധന ഒന്നും കോളറ എങ്ങനെയാണ് ഈ വന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇദ്ദേഹം ഈ ഒരാഴ്ച മുമ്പ്, അതായത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിരുന്നു. എറണാകുളത്തൊരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിരുന്നു. എങ്ങനെയാണ് ഈ കോളറ വന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എടത്വ ഈ തലവടിയിലാണ് ഈ സ്ഥലം. എടത്വയിലെ തലവടിയിലാണ് ഈ സ്ഥലം. അങ്ങനെ തലവടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം പഞ്ചായത്തും ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന് ഒരു യോഗമൊക്കെ ചേർന്ന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പല നടപടികളും ആരംഭിച്ചിട്ടുണ്ടായി. ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ നില വീണ്ടെടുക്കാൻ, പുരോഗതിക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെഡിക്കൽ കോളേജിൽ പല രീതിയിലുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി. പക്ഷേ അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് ഈ മരണം ഉണ്ടാകാൻ കാരണം, പ്രതികൂലമായി ആരോഗ്യസ്ഥിതി ബാധിക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ വീട് തലവടി പഞ്ചായത്ത് 6-ാം വാർഡിൽ നീരേറ്റുപുറമാണ്. പുത്തൻപറമ്പിൽ രഘു PG 48 വയസ്സാണ്. അദ്ദേഹത്തിന് ഒരാഴ്ചയായി തീരെ അവശ നിലയിലായിരുന്നു. അങ്ങനെ 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇത് ആരോഗ്യവകുപ്പ് ഇദ്ദേഹത്തിന്റെ പരിശോധനയിൽ നിന്നും കോളറയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നത്. 3 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. അങ്ങനെ ഇന്ന് പുലർച്ചെ 1:30 മരണം ഉണ്ടായതെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത്. കാരണം ഈ കോളറ മരണങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതാക്കി എന്നുള്ള രീതിയിൽ ആശ്വസിച്ചിരിക്കുന്ന ഒരു കാലത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതൽ കരുതലോടെ, എനിക്ക് തോന്നുന്നു, കുറേയും കൂടി പ്രതിരോധ നടപടികളെല്ലാം ഊർജിതമാക്കേണ്ട സമയമാണ് അല്ലേ? ആരോഗ്യവകുപ്പ് മാത്രമല്ല, നമ്മൾ എപ്പോഴും സർക്കാർ തലം അല്ലെങ്കിൽ ഭരണ തലം എന്ന് പറയാറുണ്ട്. പക്ഷെ ജനങ്ങളുടെ, അതായത് നമ്മുടെ വ്യക്തി തലത്തിലും നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്, മുൻകരുതലുകൾ.